മിഥുൻ എൻ്റെ ഫിലോസഫിക്ക് ചേരുന്ന ഒരു ചെറുക്കനാ. നിങ്ങൾ പറയുന്ന കൾച്ചർലെസ് എന്ന കാര്യത്തിൽ അവൻ എന്നെക്കാട്ടിലും മോശം. ഞങ്ങൾ തമ്മിൽ വലിയ ലവ് ആൻഡ് കെമിസ്ട്രി ഇല്ലെങ്കിലും ഒരു നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് 4 ചുമരിന് പുറത്തായിരുന്നു. ബിക്കോസ് ഇൻസൈഡ് ദ ബെഡ്റൂം he's a monster. Surprise. Let's do it again. Mithun, no, please. Oh, come on. It's been long time. Mithun, please, മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. Okay. Fine, Please. fine. I don't want to do this. Fine. Look, I'm sorry. You're gonna be fine. Babe, ശരി. forgive me. Please. ശരി, it's okay. I'm so sorry. മിഥുൻ, എന്നെ സ്നേഹിക്കുന്ന പെണ്ണ് എനിക്ക് വേണ്ടി എന്തും ചെയ്യും, എത്ര വേദന വേണമെങ്കിലും സഹിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാണാണ് മിഥുൻ. അപ്പൊ അവനെ വിട്ട് പോയിക്കൂടെ എന്ന് നിങ്ങൾ ചോദിക്കാം. But I can't. കാരണം പ്രശാന്ത് എനിക്ക് തരാത്ത ഒന്ന് ഞാൻ മിഥുന് കൊടുക്കണമെന്ന് വിചാരിച്ചു. A second chance. എന്നാൽ അവൻ മുട്ടും മാറിയില്ല. അവൻ്റെ അഡിക്ഷൻ കൂടി വരികയായിരുന്നു. അതിന് ഞാൻ കൊടുത്ത വില പെയിൻ, അൺഇമാജിനബിൾ പെയിൻ. ഒരു പോയിന്റിന് ശേഷം ഈ സൊസൈറ്റിക്കും എനിക്കും ചേരില്ല എന്ന് മനസ്സിലായി. ഒന്ന്, ഈ സൊസൈറ്റി തെറ്റായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഐഡിയോളജീസ് തെറ്റായിരിക്കണം. ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് തോന്നിയ ആദ്യത്തെ സൊല്യൂഷൻ എന്നാൽ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ അവർ രണ്ടുപേരെയും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു വിഷമം. ഭാരം വീടണമെന്ന് തോന്നി. എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ അവരെ കൊല്ലാമായിരുന്നു. അതായിരിക്കും എളുപ്പവും. ബട്ട് death is an easiest punishment. I saved it for myself. ഹേയ്, നീ എവിടെയാണ്? 2 ദിവസമായിട്ട് കാണാനും പറ്റുന്നില്ല. ഫോൺ വിളിച്ചാൽ റീച്ചും ആവുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ സെക്കൻഡ് നോവൽ റിസർച്ചിലാണെന്ന്. ശരി, ഓക്കെ. ഞാൻ നിന്റെ റൂമിന്റെ പുറത്താണ്. ഒന്ന് വേഗം വാ. എനിക്ക് കുറച്ച് ലേറ്റ് ആവും. നീ പോയിക്കോ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഇല്ല, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. നീ പറ്റുന്നോളം ഒന്ന് വേഗം വാ. നാളെ മീറ്റ് ചെയ്യാം. ഹലോ. ഡിസംബർ 18, 2013. ഒരു മറക്കാൻ പറ്റാത്ത ദിവസം. അന്നാണ് ഞാൻ അവളെ ആദ്യം കണ്ടത്. ഇതങ്ങാനും എന്റെ അച്ഛൻ കണ്ടാലേ എന്റെ ജീവിതം പോക്കാ. നിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഞാൻ ഒരു തള്ളുവണ്ടി നടത്തേനെ. പൊളിച്ച് പോടാന്നോ? എടാ, പെണ്ണുങ്ങളെ കാണുമ്പോ ഞങ്ങള് വേണ്ടെന്ന് പറയുന്നത് നിങ്ങളൊക്കെ എപ്പോഴാടാ നിർത്താൻ പോകുന്നത്? മാറ്. ഹലോ, നിങ്ങളോടൊന്ന് സംസാരിക്കണം. സാരമില്ല, നീ പോയിക്കോ. എന്താ? അല്ല, പേടിക്കൊന്നും വേണ്ട. ലവ് ലെറ്റർ ഒന്നും അല്ല. രാവിലെ നിങ്ങളെ ഇടിച്ചപ്പോൾ ഈ പേപ്പർ മിസ് ചെയ്തിട്ട് പോയി.
അതാണ് ഇത് കൊടുത്തിട്ട് സോറി പറഞ്ഞിട്ട് പോകാൻ വന്നതാണ്. ഇല്ല സാരമില്ല, അറിയാതെ പറ്റിയതല്ലേ, സാരമില്ല. പിന്നെ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളുടെ സ്റ്റോറി ഞാൻ പഠിച്ചു. ഒരു ചെറിയ പോർഷൻ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, പക്ഷെ നല്ല യഥാർത്ഥമായിരുന്നു. ഒരു ചെറിയ കുട്ടി തന്നെക്കാളും വയസ്സുള്ള ആളെ അവനറിയാതെ ഇഷ്ടപ്പെടുന്നത്, പറയാതെ പ്രേമത്തിൻ്റെ സൗന്ദര്യം, വേദന, പേടി, ഇതെല്ലാം ഞാൻ പഠിച്ച രണ്ടേ ഭാഗത്ത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവളുടെ ഒരു ഇന്നസെൻ്റ് ഇല്ല, അത് വളരെ മനോഹരമായിരുന്നു. ഒരു പാർട്ട് വായിച്ചിട്ട് അവൾ ഇന്നസെന്റ് ആണെന്ന് തീരുമാനിക്കണ്ട. എത്രയും പെട്ടെന്ന് ഫുൾ സ്റ്റോറി പബ്ലിഷ് ആവും, അത് വായിച്ചിട്ട് പറയും. തീർച്ചയായും ആ രണ്ട് ഭാഗത്തിൻ്റെ ആഘാതം എന്നെ ഇനിയും വിട്ടുപോയിട്ടില്ല. നിങ്ങളുടെ റൈറ്റിംഗിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. നിങ്ങൾ ഒരുപാട് ബുക്സ് പഠിക്കുമോ? ചിരിക്കല്ലേ, സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. പറയാം, പക്ഷെ ഒരു കണ്ടീഷൻ. പറയൂ. ആ ബസ് സ്റ്റോപ്പ് വരെ എൻ്റെ കൂടെ ഒന്ന് വരുമോ? അല്ല, എനിക്ക് പട്ടിനെ വെച്ച പേടിയാ, അതുകൊണ്ട് അവളുടെ കൂടെ വന്ന് നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടു. എന്താണെന്നേ, ഇതൊക്കെ എൻ്റെ ഒരു കടമയല്ലേ. വരൂ. ഇത് രണ്ടും എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. അങ്ങനെയല്ല, ലവ്, സെക്സ്, ഇത് രണ്ടിനും വ്യത്യാസം അറിയാത്ത ആൾക്കാർ കാരണം എൻ്റെ ജീവൻ നശിച്ചു. യാ, പ്രേമത്തിൻ്റെ അങ്ങേ അറ്റമാണ് മോഹം എന്ന് പറയാറുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ട്രൂ. പ്രേമം എന്നുള്ളത് രണ്ട് മനസ്സ് തമ്മിലുള്ളതാ. ബട്ട് സെക്സ് ഇസ് ജസ്റ്റ് ഫിസിക്കൽ. മനസ്സിൻ്റെ കാര്യത്തിനെയും ശരീരത്തിൻ്റെ കാര്യത്തിനെയും ഒരേപോലെ നോക്കുന്നത് മണ്ടത്തരമല്ലേ? പ്രശാന്ത്, ഏയ്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നേ? നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. മര്യാദയ്ക്ക് പറയാണ്, ഇവിടുന്ന് പോയേക്ക്. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും എനിക്ക് ആരുമില്ല. ജസ്റ്റ് ഒരു 5 minutes. എന്താ പറയാൻ പോകുന്നേ? നീ നാട് മുഴുവനും കടന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് ബുദ്ധി വന്നത്. ഞാൻ മാറിയെന്ന് വന്ന് നിൽക്കുമല്ലേ? ശരി, നീ ഇതിനു മുമ്പ് എത്ര ചീത്തയായാലും ഇനി നീയാണ് എനിക്ക് എല്ലാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പോലെ വന്ന് നിൽക്കണമല്ലേ? നിനക്കൊക്കെ ഒളിപ്പും മാനമല്ലേ? നമുക്ക് വിശന്നാൽ കഴിക്കും, ഉറക്കം വന്നാൽ ഉറങ്ങും. ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളാ. ഇഫ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ്, ഹാവിങ് സെക്സ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. അതാണ് എൻ്റെ പേഴ്സണൽ ഫിലോസഫി. ബട്ട് മൈ ലവ് വാസ് ട്രൂ. അതിന് പോലും അവൻ ബഹുമാനം തന്നില്ലല്ലോ. എന്താ നിങ്ങൾ കൾച്ചർലെസ്, ക്യാരക്ടർലെസ് എന്ന് പറയുന്ന പെണ്ണ് ആരെയും പ്രേമിക്കില്ലെന്നുണ്ടോ? ചാരിത്രം എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലേ? ആണുങ്ങൾക്കത് മനസ്സിലും പെണ്ണുങ്ങൾക്ക് ശരീരത്തിലുമാണെന്ന സൊസൈറ്റി എല്ലാവരെയും വിശ്വസിപ്പിച്ചിരിക്കുന്ന. എനിക്കിവിടെ സംഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു. ഞാൻ എന്ത് വിചാരിച്ചിവിടെ വന്നു? ഇവിടെ അങ്ങനെയല്ല. അവരെന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്കിതിനെക്കുറിച്ച് ആരുടെ അടുത്ത് പറയണമെന്നറിയില്ല. എടി, ഫാദറിന്റെ റൂമിലുള്ള 5000 രൂപ കാണുന്നില്ലെന്ന് വാച്ച്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. അദ്ദേഹം ആയിരിക്കും എടുത്തെന്നാ പറയുന്നത്.
ഏയ്, ഉം. നീ ദീപ ചേച്ചി സ്നേഹിക്കുന്ന ചെക്കനെ കണ്ടോ? ചെക്കനല്ല, ഏട്ടനാ. നമ്മളെക്കാള് 7 വയസ്സിന് മൂത്തതാ. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ചെറുക്കന്റെ ഫോൺ നമ്പർ കിട്ടോ? അങ്ങേരുടെ അടുത്ത് ഫോണൊന്നുമില്ല. ഹായ്, അതെ, എൻ്റെ പേര് അശോക്. ഈ ഓപ്പോസിറ്റ് ഫ്ലാറ്റില് മിസ്റ്റർ അവിനാഷ് ഇല്ലേ? അദ്ദേഹത്തിനെ കാണാൻ വന്നതാ. എവിടെയോ പുറത്ത് പോയിരിക്കാൻ തോന്നുന്നു. നിങ്ങളുടെ വീട്ടിൽ അദ്ദേഹം വരുന്നവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാവോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്? യാ ഷുവർ, വരൂ. താങ്ക് യു. ഡിസംബർ 21-ാം തീയതിക്കും ഇതിനുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കോൾ സെന്റിമീറ്റർ വളരെ വളരെ കുറവാണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഗ്രിയിലും 10-ൽ 1% ഇഫ് യു ഡോണ്ട് മൈൻഡ്, കാണാനായിട്ട് ഈ കുറച്ച് വെള്ളം കിട്ടുമോ കുടിക്കാൻ? ദാഹിക്കുന്നു. പ്രകാശമായി തന്നെ തോന്നും. ആ വ്യാഴൻ കോൾ നമ്മൾ ഭൂമിയിലിരുന്ന് നോക്കുമ്പോൾ 88.6 കോടി കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. ആ ശനിക്കോൾ നോക്കുമ്പോൾ 1600 കോടി കിലോമീറ്റർ അകലെയാണ് അവിടെ നിന്നുള്ളത്. ഇതിന്റെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 23 കോടിക്കും കൂടുതൽ